بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റു സഹപ്രവർത്തകരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്ത് ഹബീബ് മുസ്തഫ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ വിശുദ്ധമാക്കപ്പെട്ട ദീനിനെ കുറിച്ച് പഠിക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി മുത്ത് ഹബീബാക്കപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ ഉൾക്കൊള്ളുന്ന റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ആ തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അവിടുത്തെ തിരുചര്യകൾ നമ്മൾ ദിനചര്യകളാക്കി മാറ്റാനും വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി നമ്മൾ തുടങ്ങിവെച്ച ഈ ഹദീസ് പഠന ക്ലാസ് ഇന്ന് ഏകദേശം 42-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ദീനുൽ ഇസ്ലാം എന്താണെന്ന് നമുക്ക് ബോധ്യമാകുമ്പോൾ, നമ്മൾ അറിഞ്ഞതൊന്നുമല്ല വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. ദീനിന്റെ മഹത്വം അറിയണമെങ്കിൽ ദീനിനെ കുറിച്ച് പഠിക്കണം. ദീനിനെ കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമേ ദീനിന്റെ മഹത്വം അറിയുകയുള്ളൂ. ദീനിന്റെ ഒന്നാമതായി നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ആ വിശുദ്ധ ഖുർആന്റെ അത്ഭുതങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലും നമ്മുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിനേന ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ തെറ്റായ രീതിയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ നമുക്കവയിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കും. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അല്ലാഹുവിൻ്റെ അടുത്ത് നിന്ന് പുണ്യം ലഭിക്കുന്ന കാര്യങ്ങളാക്കി മാറ്റാനും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക. വിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളെ കുറിച്ച് പഠിക്കുക. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനെ കുറിച്ച് പഠിച്ച് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുക. സഹോദരങ്ങളെ ചിന്തിക്കുക.
സഹോദരങ്ങളെ ചിന്തിക്കുക, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നാം ചെയ്യുന്ന അമലുകൾക്കൊക്കെ കൂലി ലഭിക്കണമെങ്കിൽ, പരിപൂർണമായ കൂലി ലഭിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ പഠിക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകന്റെ തിരുവചനങ്ങൾ അറിയാനുള്ള ഒരു പരിശ്രമം എന്ന രീതിയിൽ നമ്മൾ തുടങ്ങിവെച്ച ഈ ഹദീസ് ക്ലാസ് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഹദീസ് ക്ലാസ്സിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതൊരു തുടക്കമാണ്, ഇതൊരു തുടക്കം മാത്രമാണ്. ലക്ഷക്കണക്കിന് ഹദീസുകളുള്ള ഈ ലോകത്ത് ഇതൊരു തുടക്കം മാത്രമാക്കിക്കൊണ്ട് ഹദീസുകളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്രയാണത്തിൻ്റെ തുടക്കമെന്നോണം ഈ ക്ലാസ്സിനെ ഏറ്റെടുത്തുകൊണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ആദ്യമായി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് ഒന്നാം സഫുകളുടെ മഹത്വങ്ങളെ കുറിച്ചായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് പറയാനുള്ളത് സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ചാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ച സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ചും അതിൻ്റെ പവിത്രതകളെക്കുറിച്ചും പറയുന്ന ഹദീസുകളാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അധ്യായം 195 റവാത്തിബ് സുന്നത്തുകളുടെ മഹത്വം 1097 ഹദീസാണിത്. റിയാദുസ് സ്വാലിഹീനിൽ 1097 ഹദീസ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ദിവസവും ഫർദ് നമസ്കാരങ്ങൾക്ക് പുറമെ 12 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കരിക്കുന്ന മുസ്ലിമിനെ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു ഭവനം നിർമ്മിക്കുന്നതാണ്. മുസ്ലിം 103-ലും 728-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നിച്ച് ഞാൻ ളുഹറിന് മുമ്പ് 2-ഉം ശേഷം 2-ഉം ജുമുഅക്ക് ശേഷം 2-ഉം മഗ്രിബിനും ഇശാഇനും ശേഷം ഈ 2 വീതവും റക്അത്തുകൾ നിസ്കരിച്ചു. ബുഖാരി 3413, മുസ്ലിം 729 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ 2 ബാങ്കുകൾക്കിടയിലും അഥവാ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ 3 പ്രാവശ്യം താല്പര്യമുള്ളവൻ എന്ന് കൂടി ചേർത്ത് പറഞ്ഞു. ബുഖാരി 291-ലും മുസ്ലിം 838-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ പതിവാക്കുക. നമ്മുടെ ഫർദ് നമസ്കാരങ്ങളിൽ നിന്നും വല്ല ന്യൂനതകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ പരിഹരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹദീസിൽ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർദ് നമസ്കാരങ്ങളെ പരിശോധിക്കുകയും അങ്ങനെ ഫർദ് നമസ്കാരങ്ങളിൽ വല്ല ന്യൂനതകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ സുന്നത്ത് നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും അങ്ങനെ ഫർദിന്റെ ന്യൂനതകളായ സുന്നത്തിൽ നിന്ന് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുമെന്ന് കഴിഞ്ഞ ഒരു ഹദീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. ഫർദ് നമസ്കാരങ്ങളുടെ പിറകെയുള്ള ഫർദ് നമസ്കാരങ്ങളുടെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അധ്യായം 196 സുബ്ഹിയുടെ സുന്നത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്തും സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്തും സുന്നത്തുകൾ ഒരിക്കലും ഒഴിവാക്കിയിരുന്നില്ല. ബുഖാരി 348-ൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്തിൽ പാലിച്ചിരുന്നത്ര നിഷ്ഠ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സുന്നത്തിലും പാലിച്ചിരുന്നില്ല. ബുഖാരി 337-ലും മുസ്ലിം 1501-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത് ഇഹലോകത്തേക്കാളും അതിലുള്ള സർവ്വതിനേക്കാളും ഗുണകരമായതാണ്. മുസ്ലിം 725-ൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ അദ്ദേഹം സുബ്ഹി നിസ്കാരം ഓർമ്മപ്പെടുത്താൻ അഥവാ ഇഖാമത്തിന് സമയമായെന്ന് അറിയിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു.
അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്തോ കാര്യം ചോദിച്ചുകൊണ്ട് നേരം പുലരുന്നത് വരെ അദ്ദേഹത്തെ വൈകിച്ചു. അതിനുശേഷം ബിലാൽ പെട്ടെന്ന് എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസ്കാര സമയത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഉണർത്തിയെങ്കിലും കുറേ സമയത്തേക്ക് അവിടുന്ന് പുറപ്പെടുകയുണ്ടായില്ല. പിന്നെ പുറത്തിറങ്ങി വന്ന് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു. നിസ്കാരാനന്തരം ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു കാര്യം ചോദിച്ചു. നേരം വൈകിച്ചത് കാരണമാണ് ഉണർത്താൻ താമസിച്ചതെന്ന് അറിയിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയായിരുന്നു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലേ, നേരം നല്ലവണ്ണം പുലർന്നു പോയല്ലോ എന്ന് ചോദിച്ചു. ഇതിലധികം നേരം പുലർന്നാലും ഭംഗിയായി തന്നെ ഞാനത് നിസ്കരിക്കും എന്നായിരുന്നു അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം. അബൂ ദാവൂദ് 1257 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹദീസിന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരം പുലർന്നു എന്ന് ഇവിടെ പറയുന്നത് സുബഹിയുടെ ആദ്യ സമയം കഴിഞ്ഞു എന്ന് മാത്രമാണ്, എന്നല്ലാതെ ഖലാ ആയി എന്നതിനർത്ഥമില്ല, സൂര്യനുദിച്ചു എന്നതിനർത്ഥമില്ല. സുബഹിയുടെ ആദ്യമായിരിക്കുന്ന സമയം കഴിഞ്ഞ് ഏകദേശം ഇങ്ങനെ ഒരു വെളിച്ചം ഇങ്ങനെ വരുന്ന ഒരു സമയമായിട്ടുണ്ട്. ആ സമയമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, അത് ഖലാ ആയി എന്നതിനർത്ഥമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ ചിന്തിക്കുക. അതുകൊണ്ട് സുബഹി ആദ്യ സമയം വൈകിയാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു നമസ്കാരം ഒഴിവാക്കിയിരുന്നില്ല എന്ന് ഈ ഹദീസിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നതാണ്. സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് പതിവാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം സഹോദരങ്ങളെ. അധ്യായം 197 സുബഹിയുടെ സുന്നത്ത് ലഘൂകരിക്കല്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിയുടെ ബാങ്ക് ഇഖാമത്തിനോട് ലഘുവായ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. സുബഹിയുടെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ലഘുവായ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. ബുഖാരി 284 338 മുസ്ലിം 724 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹഫ്സ റളിയല്ലാഹു അൻഹ നിവേദനം, ബാങ്ക് വിളിക്കുന്നയാൾ സുബഹി ബാങ്ക് വിളിക്കുകയും നല്ലതുപോലെ നേരം പുലരുകയും ചെയ്താൽ ലഘൂകരിച്ചു കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിയുടെ 2 റക്അത്ത് നിസ്കരിച്ചിരുന്നത്. ബുഖാരി 283 84 341 മുസ്ലിം 723 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സുബഹി നിസ്കാരത്തിന് മുമ്പ് നേരം പുലർന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഘുവായ 2 റക്അത്തായിരുന്നു നിസ്കരിച്ചിരുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ 2 റക്അത്തുകളായിട്ടാണ് നിസ്കരിച്ചിരുന്നത്. അന്ത്യത്തിൽ 1 റക്അത്ത് വിത്രം നിസ്കരിച്ചിരുന്നു. സുബഹിയുടെ ബാങ്ക് കേൾക്കേണ്ട താമസം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്തിരുന്നു. ബുഖാരി 2405 മുസ്ലിം 749 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്തിൽ ആദ്യത്തേതിൽ ഖുലൂ ആമന്നാ ബില്ലാഹി വമാ ഉനസ്സില ഇലൈനാ എന്ന് അൽ ബഖറയിലെ 136 ആയത്ത് എന്ന് തുടങ്ങുന്ന ആയത്തും, രണ്ടാമത്തേതിൽ ആമന്നാ ബില്ലാഹി വഅശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ എന്ന് തുടങ്ങുന്ന ആയത്താണ് ഓതിയിരുന്നത്. മറ്റൊരു നിവേദനത്തിൽ തആലൂ ഇലാ കലിമത്തി സവാഇം ബയ്യിന ആൽ ഇംറാനിലെ 64 ആയത്ത്. ഏതാണ് ആയത്ത് എന്നറിയുമോ? ആൽ ഇംറാനിൽ 64 ആയത്താണ് ഓതിയിരുന്നത്. മറ്റൊരു നിവേദനത്തിലുണ്ട്. സഹോദരങ്ങളെ ചിന്തിക്കുക, ഏതാണ് ആയത്തെന്നറിയുമോ? തആലൂ ഇലാ കലിമത്തി സവാഇം ബൈനനാ വബൈനകും എന്ന ആയത്തായിരുന്നു. അതാണ് ആൽ ഇംറാനിലെ 64 ആയത്ത്. 64 ആയത്തുള്ള ഭാഗമാണത്. തആലൂ ഇലാ കലിമത്തി സവാഇം ബൈനനാ വബൈനകും എന്ന ആയത്തായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ ഓതിയിരുന്നതെന്ന്
മറ്റൊരു നിവേദനത്തിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു നിവേദനത്തിലുണ്ട് 99 മുസ്ലിം 99 100 727 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്തിൽ കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസും ഓതിയിരുന്നു. മുസ്ലിം 726 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, ഞാൻ ഒരു മാസക്കാലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്തിൽ കാഫിറൂനയും ഇഖ്ലാസ് സൂറത്തുകളുമായിരുന്നു അവിടുന്ന് ഓതിയിരുന്നത്. തുർമുദി 417 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു നിവേദനത്തിൽ അലം തറ കൈഫ സൂറത്തുകളായിരുന്നു ഓതിയിരുന്നത് എന്നുമുണ്ട്. ഇതടിസ്ഥാനത്തിൽ 1-ാം റക്അത്തിൽ അലം നശ്റയും കാഫിറൂനയും 2-ാം റക്അത്തിൽ അലം തറ കൈഫയും ഇഖ്ലാസും ഓതണം. സുബ്ഹിക്ക് ഫജ്ർ എന്നൊരു പേരുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, ഈ സുന്നത്തിൽ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 സൂറത്തുകൾ ഓതിയതായിട്ട് വന്നിട്ടുള്ളതിനാൽ നമ്മൾ പതിവാക്കുമ്പോൾ അലം നശ്റ സൂറത്തും അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂനയും 1-ാമത്തെ റക്അത്തിലും 2-ാം റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസും നമ്മൾ പതിവാക്കണം. സഹോദരങ്ങളെ ചിന്തിക്കുക. അധ്യായം 198 ഫജ്റിന്റെ 2 റക്അത്തിന് ശേഷം വലതുവശം ചെരിഞ്ഞു കിടക്കണം. അതിനെക്കുറിച്ച് പറയുന്ന ബാബാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന്റെ 2 റക്അത്ത് നിസ്കരിച്ചാൽ വലതുവശം ചെരിഞ്ഞു കിടക്കാറുണ്ടായിരുന്നു. ബുഖാരി 3:35 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ സുബഹി നിസ്കാരങ്ങൾക്കിടയിൽ 11 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഈ 2 റക്അത്തുകൾക്ക് ശേഷം സലാം വീട്ടും. അവസാനം 1 റക്അത്ത് വിത്ർ നിസ്കരിക്കും. അഥവാ അവസാനം 1 റക്അത്തായിരിക്കുന്ന വിത്ർ ഒറ്റയാക്കി നിസ്കരിക്കും. ബാങ്ക് വിളിക്കുന്നയാൾ സുബഹി ബാങ്കിൽ നിന്ന് വിരമിക്കുകയും ഫജ്ർ വ്യക്തമാകുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നറിയിക്കും. അപ്പോൾ അവിടെ എഴുന്നേറ്റ് ലഘുവായി 2 റക്അത്ത് നിസ്കരിച്ച് വലതുവശം ചെരിഞ്ഞു കിടക്കും. ഇഖാമത്ത് കൊടുക്കാൻ മുഅദ്ദിൻ വരുന്നത് വരെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. മുസ്ലിം 736 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ വലതുവശം ചെരിഞ്ഞു കിടക്കണം. അബൂ ദാവൂദ് 1261 തുർമുദി 420 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 199 ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നിച്ച് ളുഹറിന്റെ മുമ്പും ശേഷം 2 റക്അത്ത് വീതം നിസ്കരിച്ചിട്ടുണ്ട്. ബുഖാരി 3:40 മുസ്ലിം 729 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. ബുഖാരി 3:48 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചു. പുറത്തു പോയി ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കും. അതിനുശേഷം വീട്ടിൽ വന്ന് 2 റക്അത്ത് കൂടി നിസ്കരിക്കും. ഇപ്രകാരം മഗ്രിബിനും ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ച ശേഷം വീട്ടിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചിരുന്നു. മുസ്ലിം 730 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ളുഹറിന്റെ മുമ്പും ശേഷവും 4 റക്അത്ത് പതിവായി നിസ്കരിക്കുന്നവനെ അല്ലാഹു നരകത്തിന് നിഷിദ്ധമാക്കുന്നതാണ്. അല്ലാഹു നരകത്തിന് നിഷിദ്ധമാക്കുന്നതാണ്. അബൂ ദാവൂദ് 1269 തുർമുദി 427 428 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയ ശേഷം ളുഹറിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നിസ്കരിച്ചിരുന്നു. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, ഇത് ആകാശകവാടം തുറക്കപ്പെടുന്ന സമയമാണ്. ഈ സമയത്ത് എൻ്റെ ഒരു സൽക്കർമ്മം തിരുസന്നിധിയിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുർമുദി 478 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം അത് നിസ്കരിക്കാറുണ്ടായിരുന്നു. തുർമുദി 426 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, ഫറലിന് മുമ്പുള്ള നമസ്കാരങ്ങൾ ചില സാഹചര്യങ്ങളിൽ
ഫർദിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ചില സാഹചര്യങ്ങൾ നമുക്ക് നമസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഫർദ് നമസ്കരിച്ചതിന് ശേഷം അത് നിർവഹിക്കാവുന്നതാണെന്ന് ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. പലപ്പോഴും ജമാഅത്തുകളിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്കൊരു പക്ഷേ സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആ ജമാഅത്തിൽ തുടരുകയും ജമാഅത്തിന് ശേഷം ആ സുന്നത്തുകൾ, മുമ്പുള്ള സുന്നത്തുകൾ പിന്നീട് നമസ്കരിക്കുകയും ചെയ്യുക. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിരുന്നതായിട്ട് ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റവാത്തിബ് സുന്നത്തുകൾ പതിവാക്കുക. അതുപോലെ തന്നെ വിത്ർ നമസ്കാരം, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, വിത്ർ നമസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 റക്അത്ത് നമസ്കരിച്ചിരുന്നു എന്ന്. ഇത് റമദാൻ മാസത്തിലെ നമസ്കാരമല്ല കേട്ടോ, ഇത് റമദാൻ മാസത്തിലാണെന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സുബഹിയുടെയും ഇശാഇന്റെയും ഇടയിൽ 11 റക്അത്ത് നമസ്കരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. സുബഹിയും ഇശാവും റമദാൻ മാസത്തിൽ മാത്രമുള്ളതല്ലല്ലോ, എല്ലാ ദിവസവും ഉള്ളതല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ ദിവസവും അല്ലാഹുവിന്റെ റസൂൽ 11 റക്അത്ത് നമസ്കരിച്ചിരുന്നു, വിത്ർ നമസ്കാരം. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. റമദാൻ മാസത്തിൽ 8ഉം 3ഉം ആക്കുന്നവരൊക്കെ ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഇശാ നമസ്കാരത്തിൻ്റെയും സുബഹിയുടെയും ഇടയിൽ, സുബഹി ബാങ്കിൻ്റെയും ഇടയിൽ, ഇശാ നമസ്കാരത്തിൻ്റെ ശേഷവും സുബഹിയുടെയും ഇടയിൽ 11 റക്അത്ത് നമസ്കരിച്ചിരുന്നു എന്നുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് റമദാൻ മാസം മാത്രം 8 നമസ്കരിക്കുന്ന സുഹൃത്തുക്കളെ, 8ഉം 3ഉം 11 നിസ്കരിക്കുന്ന സുഹൃത്തുക്കളെ ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും 11 റക്അത്ത് നമസ്കരിച്ചിരുന്നു. അധ്യായം 200 അസ്റിന്റെ സുന്നത്ത്. അലി റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചിരുന്നു. ഇടയിൽ മുഖറബായ മലക്കുകൾക്കും അവരെ പിൻപറ്റുന്ന മുസ്ലിങ്ങൾക്കും മുഅ്മിനുകൾക്കും 2 സലാം ചൊല്ലിക്കൊണ്ട് അതിനെ ഈ 2 റക്അത്തായി വേർതിരിക്കുകയും ചെയ്തിരുന്നു. തിർമിദി 429 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, അസ്റിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്നവൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അബൂ ദാവൂദ് 1271 തിർമിദി 430 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അലി റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചിരുന്നു. അബൂ ദാവൂദ് 1272 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അസ്റിന്റെ മുമ്പ് 4 റക്അത്ത് നമസ്കാരമുണ്ട്, മുഅക്കദായ സുന്നത്ത് 2 റക്അത്തുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. ആ 4 റക്അത്ത് നമസ്കരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അധ്യായം 201 മഗ്രിബിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത്. നമ്മൾ 2-3 ഹദീസ് ഇതിനു മുമ്പ് പറഞ്ഞു മഗ്രിബിന് മുമ്പും ശേഷമുള്ളതിനെ കുറിച്ച്. വീണ്ടും പറയുന്നു, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, മഗ്രിബിന് മുമ്പ് നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. 3-ാം പ്രാവശ്യം താല്പര്യമുള്ളവരെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ബുഖാരി 349 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, മഗ്രിബ് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖരായ സ്വഹാബികൾ തൂണുകളുടെ അടുത്തേക്ക് സുന്നത്ത് നിസ്കരിക്കാൻ ഓടിച്ചില്ലെന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബുഖാരി 289 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സൂര്യാസ്തമയത്തിന് ശേഷം മഗ്രിബിന് മുമ്പ് ഞങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ചിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഞങ്ങളത് നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിരുന്നു, എന്നാൽ അവിടുന്ന് ഞങ്ങളോടത് കൽപ്പിക്കുകയോ നിരോധിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. മുസ്ലിം 836 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഞങ്ങൾ മദീനയിലായിരുന്നപ്പോൾ മഗ്രിബ് നിസ്കാരത്തിന് മുഅദ്ദിൻ ബാങ്ക് വിളിച്ചാൽ തൂണുകളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. വിദേശികൾ ആരെങ്കിലും ചെന്ന് 2 റക്അത്ത് മഗ്രിബ് നിസ്കാരത്തിന് മുഅദ്ദിൻ ബാങ്ക് വിളിച്ചാൽ തൂണുകളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. വിദേശികൾ ആരെങ്കിലും പള്ളിയിൽ കയറി വന്നാൽ ഈ സുന്നത്ത് നിസ്കരിക്കുന്നവരുടെ ആധിക്യം കണ്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു പോകും. അത്രത്തോളം ആളുകളെ മഗ്രിബിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നമസ്കരിച്ചിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നു. മുസ്ലിം 836 ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 202
ഇശായുടെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകളെ അതിനെക്കുറിച്ച് നമ്മൾ 2-3 ഹദീസുകൾ പറഞ്ഞു കഴിഞ്ഞു. അധ്യായം 203 ജുമുഅയുടെ സുന്നത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ജുമുഅ നിസ്കരിച്ചാൽ ശേഷം 4 റക്അത്ത് നിസ്കരിക്കണം. മുസ്ലിം 881 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നിസ്കാര ശേഷം സ്ഥലം വിടുന്നത് വരെ സുന്നത്ത് നിസ്കരിക്കാറില്ല. വീട്ടിൽ ചെന്ന ശേഷം 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. മുസ്ലിം 882 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 204 സുന്നത്തുകൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുക, അതിനെക്കുറിച്ച് പറയുന്ന ബാബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വീടുകളിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കുകയും ഫർളല്ലാത്ത നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വീട്ടിൽ വെച്ചുള്ള നിസ്കാരമാണ്. ബുഖാരി 2:179, 10:430 മുസ്ലിം 781 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ സ്ത്രീകൾക്ക് ഫർദ് നിസ്കാരം വീട്ടിനുള്ളിൽ വെച്ചും നിർവഹിക്കലാണ് അത്യുത്തമം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നിസ്കാരങ്ങളിൽ ചിലത് വീടുകളിൽ നിർവഹിക്കുക, വീടുകളെ നിങ്ങൾ ഖബർ പോലെയാക്കരുത്. ബുഖാരി 1:444 3:81 മുസ്ലിം 777 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ വെച്ച് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അതിലൊരു വിഹിതം വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ നീക്കിവെക്കുക. നിസ്കാരം കാരണം ഭവനത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകും. മുസ്ലിം 778 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അംർ റളിയല്ലാഹു അൻഹു നിവേദനം, നാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സായിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അയച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു നിന്ന് സാബി റളിയല്ലാഹു അൻഹുവിനുണ്ടായ എന്തോ അനുഭവത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയായിരുന്നു ഈ നിയോഗം. സംഭാഷണ മധ്യേ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഒരു മുറിയിൽ വെച്ച് ജുമുഅ നമസ്കരിച്ചു. ഇമാം സലാം വീട്ടിയ ശേഷം ഞാൻ എഴുന്നേറ്റ് അവിടെ നിന്ന് സുന്നത്ത് നിസ്കരിച്ചു. അദ്ദേഹം അരമനയിൽ പ്രവേശിച്ച ശേഷം എന്നോട് ഇങ്ങനെ പറയാൻ ഏൽപ്പിച്ചുകൊണ്ട് ഒരാളെ പറഞ്ഞയച്ചു, നീ ചെയ്തത് മേലിൽ ആവർത്തിക്കരുത്. ജുമുഅ നിസ്കരിച്ചാൽ അവിടെ നിന്ന് സ്ഥലം വിടുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് വരെ മറ്റൊരു നിസ്കാരം അതിനോട് ചേർത്ത് നിസ്കരിക്കരുത്. സംസാരിക്കുകയോ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് പുറപ്പെടുകയോ ചെയ്യുന്നത് വരെ ഒരു നിസ്കാരത്തിനോട് മറ്റൊരു നിസ്കാരം ചേർത്ത് നിസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം 883 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 205 വിത്ർ നിസ്കാരം പ്രബല സുന്നത്ത്. അലി റളിയല്ലാഹു അൻഹു നിവേദനം, വിത്ർ ഫർദ് നിസ്കാരം പോലെ നിർബന്ധമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി നിശ്ചയിച്ചതാണ്. അവിടുന്ന് പറഞ്ഞ നിശ്ചയം, അല്ലാഹു ഏകനാണ്, അതിനാൽ വിത്റിനെ അവൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഖുർആനിൽ വിശ്വസിച്ചവരെ നിങ്ങൾ വിത്ർ നിസ്കരിക്കുകയും. അബൂ ദാവൂദ് 1416 തുറമതി 453 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, രാത്രിയുടെ എല്ലാ ഘട്ടങ്ങളിലും ആദിയിലും മധ്യത്തിലും ഒടുവിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ നിസ്കരിച്ചിട്ടുണ്ട്. അവസാനം അവിടുത്തെ വിത്ർ സഹർ സഹർ സമയത്തായിരുന്നു. ബുഖാരി 2:406 മുസ്ലിം 137 745 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അവസാന യാമത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂല് അവസാന യാമത്തിൽ പോലും അവിടുത്തെ അവസാനത്തെ യാമത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂല് വിത്ർ നമസ്കരിച്ചിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിത്റിനെ നിങ്ങൾ രാത്രിയിൽ ഓടിയെടുത്ത് നിസ്കാരമാക്കണം. ബുഖാരി 2:406 മുസ്ലിം 751 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരം പുലരുന്നതിന് മുമ്പ് നിങ്ങൾ വിത്ർ നിസ്കരിക്കണം. മുസ്ലിം 754 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സുന്നത്ത് നിസ്കരിക്കുമ്പോൾ പലപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ വിലങ്ങനെ കിടക്കുകയായിരിക്കും.
വിത്തനസ്കാരം അവശേഷിക്കുമ്പോൾ അവിടുന്ന് അവരെ വിളിച്ചുണർത്തും. അപ്പോൾ അവരും വിത്തനസ്കരിക്കും. മുസ്ലിം 134-ലും 135-ലും 744-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു നിവേദനത്തിൽ ആയിഷ എഴുന്നേറ്റ് വിത്തനസ്കരിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു എന്ന് കാണാം. സ്ഥല സൗകര്യമില്ലാത്ത ചെറിയ കുടിലായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ നിസ്കരിക്കുന്നതിന് മുമ്പിൽ കാൽ നീട്ടി കിടക്കേണ്ടി വന്നത്. സഹോദരങ്ങളെ ചിന്തിക്കൂ, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്, ആ വീട് എത്രയോ ചുരുങ്ങിയതായിരുന്നു എന്ന് നമുക്ക് ഈ ഒരു ഹദീസിലൂടെ ബോധ്യമാകുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, ഇന്നും മസ്ജിദ് നബിയുടെ അവിടെ പോയാൽ നമുക്കറിയാം 3 ഖബറിനുള്ള സ്ഥലമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. എന്നൊരു പക്ഷേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, അത് വളച്ചു കെട്ടിയിട്ടുണ്ടെങ്കിലും, അവിടെ ഉണ്ടായിരുന്ന സ്ഥലം വെറും 3 ഖബറിനുള്ള സ്ഥലമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ തിരുറസൂൽ കിടക്കുന്ന ആ പുണ്യമാക്കപ്പെട്ട റൗള ഷരീഫ് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ പോയാൽ നമുക്ക് കാണാം 3 ഖബറിനുള്ള സ്ഥലം. ആ സ്ഥലമായിരുന്നല്ലോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടെങ്കിൽ. സഹോദരങ്ങളെ ചിന്തിക്കുക, എത്രത്തോളം ബുദ്ധിമുട്ടിയാണ്, എത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചാണ് പുണ്യപ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. ആ പ്രവാചകന്റെ മാതൃക പിന്തുടരാൻ സഹോദരങ്ങളെ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നാം ചിന്തിക്കുക, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒരു വേള ചിന്തിക്കുക. ആ പുണ്യപ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ പിൻപറ്റി തിരുവചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുബ്ഹിയുടെ മുമ്പ് വിത്ർ നിസ്കരിക്കാൻ നിങ്ങൾ ബദ്ധശ്രദ്ധാവണം. അബൂദാവൂദ് 1436-ലും തിർമിദി 467-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രാത്രിയുടെ അന്ത്യയാമത്തിൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കില്ലെന്ന് ഭയമുള്ളവർ ആദ്യ സമയത്ത് തന്നെ വിത്ർ നിസ്കരിക്കട്ടെ. അങ്ങനെ എഴുന്നേൽക്കുമെന്ന് പ്രതീക്ഷയുള്ളവൻ നിശാന്ത്യത്തിൽ വിത്ർ നിസ്കരിക്കട്ടെ. നിശാന്ത്യത്തിലെ നിസ്കാരത്തിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും. അതാണ് ഉത്തമ സമയം. ഇശാവും സുന്നത്തും നിർവഹിച്ചു കഴിഞ്ഞാൽ വിത്തറിന്റെ സമയമായി. സുബഹി വരെ സമയമുണ്ടെങ്കിലും ഉത്തമ സുബഹിക്ക് തൊട്ടു മുമ്പാണ് വിത്തർ ചുരുങ്ങിയത്. ഒരു റക്അത്തും പൂർണ്ണമായത് 11 റക്അത്തുമാണെന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് സുഹൃത്തുക്കളെ ചിന്തിക്കുക, പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റുക. ളുഹാ നിസ്കാരം അധ്യായം 206. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, എല്ലാ മാസവും 3 ദിവസം വ്രതം അനുഷ്ഠിക്കാനും എല്ലാ ദിവസവും 2 റക്അത്ത് ളുഹാ നിസ്കരിക്കാനും ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കാനും എൻ്റെ ഉത്തമിത്രമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ബുഖാരി 347-ലും മുസ്ലിം 721-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ ഓരോ അവയവ സന്ധിക്കും അനുസൃതമായി ഓരോ ദിവസവും ദാനം അനിവാര്യമാണ്. തസ്ബീഹും തഹ്മീദും തഹ്ലീലും തക്ബീറും സൽക്കർമ്മോപദേശവും ദുഷ്കർമ്മ നിരോധനവും എല്ലാം സദഖയാണ്. 2 റക്അത്ത് ളുഹാ നിസ്കാരം അതിനെല്ലാം മതിയാകുന്നതാണ്. മുസ്ലിം 720 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് ളുഹാ നിസ്കരിച്ചിരുന്നു. ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്ര റക്അത്തുകൾ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. മുസ്ലിം 719 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉമ്മു ആനി റളിയല്ലാഹു അൻഹ നിവേദനം, മക്ക വിജയവർഷം ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ചു. അപ്പോൾ തിരുനബി കുളിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞ് അവിടുന്ന് 8 റക്അത്ത് നിസ്കരിച്ചു. അത് ളുഹാ നിസ്കാരമായിരുന്നു. ബുഖാരി 343-ലും 44-ലും 1497-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ളുഹാ നിസ്കാരം ചുരുങ്ങിയത് 2ഉം വർദ്ധിച്ചാൽ 12 റക്അത്താണെന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നു. അധ്യായം 207 ളുഹയുടെ സമയം. സയ്യിദ് റളിയല്ലാഹു അൻഹു നിവേദനം, കുറച്ചാളുകൾ പകലിന്റെ ആദ്യ സമയത്ത് ളുഹാ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഈ സമയത്തല്ല ഈ നിസ്കാരം ഉത്തമമെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിശ്ചയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, തവ്വാ ബീബിങ്ങളുടെ സദാ
അസ്തമിച്ച് മടങ്ങുന്നവരെ നിസ്കാരം. ളുഹാ ഒട്ടകക്കുട്ടികൾ വെയിലിന്റെ ചൂടിനാൽ എരിപൊരി കൊള്ളുന്ന സമയമാണ്. മുസ്ലിം 748 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 9 മണി സമയമാണിത് എന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നു. അധ്യായം 208 തഹിയ്യത്ത് നിസ്കാരം. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്. ബുഖാരി 144 447 മുസ്ലിം 714 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലായിരുന്നപ്പോൾ ഞാൻ അടുത്ത് ചെന്നു. തദവസരം എന്നോട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാൻ അവിടുന്ന് നിർദ്ദേശിച്ചു. ബുഖാരി 1447 മുസ്ലിം 715 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, അതുകൊണ്ട് സുഹൃത്തുക്കളെ ചിന്തിക്കുക. പള്ളിയിൽ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കാതെ അവിടെ ഇരിക്കരുത്. ഏതെങ്കിലും പള്ളിയിൽ കയറാൻ അവസരം കിട്ടിയാൽ അവിടുന്ന് നമ്മൾ 2 റക്അത്ത് നമസ്കരിച്ച ശേഷം മാത്രമേ നമ്മൾ പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഒരിക്കലും ആ പള്ളിയോട് അപമര്യാദ കാണിക്കരുത്. ആ പള്ളിയോടുള്ള മര്യാദയാണ് 2 റക്അത്ത് നമസ്കരിക്കുക. ഒരു ഇമാമിനെ കാണാൻ വേണ്ടിയാണെങ്കിൽ പോലും നമ്മളൊരു പള്ളിയിൽ കയറിയാൽ ആ പള്ളിയിൽ കയറിയ ശേഷം 2 റക്അത്ത് നമസ്കരിക്കുക. ഒരു പക്ഷേ നിസ്കാരത്തിന്റെ സമയമല്ലായിരിക്കാം, ളുഹറിന്റെ സമയമല്ലായിരിക്കാം, അസറിന്റെ സമയമല്ലായിരിക്കാം, മഗ്രിബിന്റെ സമയമല്ലായിരിക്കാം, അങ്ങനെ ഫർദ് നമസ്കാരങ്ങളുടെ സമയമല്ലായിരിക്കാം. എങ്കിലും നമ്മൾ ആ പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നമസ്കരിച്ച ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിൽ ഇടപെടാൻ പാടുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ ചിന്തിക്കുക. ഉളൂഇന്റെ 2 റക്അത്ത് അധ്യായം 209 ഉളൂഇന്റെ 2 റക്അത്തിനെ കുറിച്ച് പറയുന്ന ബാബാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിലാൽ, മുസ്ലിമായ ശേഷം നീ ചെയ്യാറുള്ള കർമ്മങ്ങളിൽ ഏറ്റവും പ്രതിഫല പ്രതീക്ഷ ഏതിനാണെന്ന് എനിക്ക് പറഞ്ഞു തരൂ. സ്വർഗത്തിൽ എന്റെ മുമ്പിൽ നിന്റെ പാദരക്ഷയുടെ ശബ്ദം ഞാൻ കേട്ടല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്ര പ്രതിഫല പ്രതീക്ഷയുള്ള കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. എന്നാൽ രാത്രിയായാലും പകലായാലും എപ്പോൾ ചെയ്താലും എനിക്ക് കണക്കാക്കിയത്ര ഞാൻ നിസ്കരിക്കാറുണ്ട്. ബുഖാരി 328 മുസ്ലിം 2458 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉളൂഇന്റെ സുന്നത്ത് പതിവായി നിസ്കരിച്ചിരുന്നു എന്നർത്ഥം. മറ്റു നിസ്കാരം നിർവഹിക്കുമ്പോൾ ഇതിനു കൂടെ നിയ്യത്ത് ചെയ്താലും പ്രതിഫലം ലഭിക്കും. സഹോദരങ്ങളെ ചിന്തിക്കുക. അതുകൊണ്ട് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. സഹോദരങ്ങളെ, അങ്ങനെ ജീവിച്ചുകൊണ്ട് വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അമ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വെള്ളിയാഴ്ചകളുടെ മഹത്വം, അങ്ങനെ ഓരോ ദിവസങ്ങളുടെ ഓരോ സമയങ്ങളുടെയൊക്കെ മഹത്വങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ കേട്ടതും പറഞ്ഞതും ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദീനീ പ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ നമുക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ സാധുവിനെയും ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടുകൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.